പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കടത്തിനോ ഭയത്തിനോ സ്ഥാനമില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരനുഭവം സ്വന്തമാക്കി ജീവിക്കാൻ അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, അങ്ങിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മക്കൾക്ക് ഈ തിരുവചന ധ്യാനത്തിലൂടെ അങ്ങിലേക്ക് കൂടുതൽ അടുത്തു വരാൻ, അതിലൂടെ അനുഗ്രഹവും അഭിഷേകവും സ്വന്തമാക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, വിശുദ്ധ അഗസ്തീനോസേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 39 അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. അവന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാകുകയും ചെയ്തു. കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു. അവിടെയെല്ലാം ജോസഫിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ഒരുപക്ഷെ തിരുവചനത്തിൽ ഏറ്റവും നിറവുള്ള ഒരു തിരുവചന ഭാഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. വെറും 3 വാചകം കൊണ്ട് ദൈവം പറയാണ്, ജോസഫിനെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അവൻ്റെ കൂടെ എൻ്റെ സാന്നിധ്യം ഉണ്ടാകും, അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ അനുഗ്രഹിക്കും, അവൻ്റെ ഭാവി ഞാൻ ശുഭമാക്കും എന്ന് പറയുക. ഒരുപക്ഷെ ഏറ്റവും പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ജോസഫിന് ദൈവം ഇങ്ങനെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത്. ദൈവം അവനോട് കാരുണ്യം കാണിക്കണു, അവന് ആ കാരാഗ്രഹവാസികളുടെ എല്ലാം മേൽനോട്ടം വഹിക്കാനുള്ള അധികാരം കൊടുക്കുന്നു, അവൻ്റെ ഭാവിയെ കർത്താവ് ക്രമീകരിക്കുന്നു എന്നൊക്കെയുള്ള ഏറ്റവും നല്ല ചില വാചകങ്ങളാണ് നമ്മളിങ്ങനെ വായിച്ചു കേട്ടത്. ഇങ്ങനെ ഒരു ഗ്രേസ്ഫുൾ ഇവൻറ്റിലേക്ക് ജോസഫ് എങ്ങനെയാണ് കടന്നു വന്നേ എന്ന് ചോദിച്ചാൽ അത് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ജോസഫ് കർത്താവിൻ്റെ കൂടെ നിന്നിരുന്നു എന്നാണ് പറയുന്നത്. മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും ഏറ്റവും അധികം സ്ഥാനം ജോസഫ് ദൈവത്തിന് നൽകിയപ്പോഴാണ് ദൈവം ജോസഫിൻ്റെ കൂടെ നിന്ന ഒരനുഭവം ഉണ്ടായത്. പിന്നെ ഈ തിരുവചന ധ്യാനത്തിലൂടെ നമുക്ക് സ്വന്തമാക്കേണ്ടത് ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് വേണം. മറ്റുള്ളവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിൽ നട്ടെല്ല് വളയാതെ നിൽക്കാനുള്ള ഒരു ഭയമില്ലാത്ത ഒരു ജീവിതം കിട്ടണമെങ്കിൽ, ശുഭകരമായ ഒരു ഭാവി നമുക്ക് വേണമെങ്കിൽ, തിരുവചനം നമ്മളോട് പറയുന്ന ഏറ്റവും ലളിതമായ കാര്യം എന്ന് പറയുന്നത് ജോസഫിൻ്റെ ഒരു ജീവിത ശൈലി കൂട്ടുപിടിക്കണം എന്നുള്ളതാണ്. ജോസഫിൻ്റെ ശൈലി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ജോസഫ് കർത്താവിനെ കൂട്ടുപിടിച്ചു, കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. നമ്മൾ ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. പക്ഷെ അതൊന്ന് പൊടിതട്ടി എടുക്കുന്നത് നല്ലതാണെന്ന് തോന്നുക. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ, അതായത് 39 അധ്യായത്തിൽ ജോസഫ് ഒരു ക്രൈസിസിൻ്റെ പീരീഡിലൂടെ കടന്നു പോകുന്നത് നമ്മൾ വായിക്കാം. ക്രൈസിസിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പൊത്തീഫറിൻ്റെ ഭാര്യ ഇവനെ ചതിക്കാനുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക. ചതിക്കാനതിനേക്കാൾ ഉപരിയായിട്ട് അവളുടെ ശാരീരികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഇവനെ പങ്കാളിയാക്കാനായിട്ട് വിചാരിക്കാം. ഒരു ദിവസം ആരും ഇല്ലാത്ത സമയത്ത് ജോസഫിൻ്റെ അടുത്ത് ഈ പറയുന്ന പൊത്തീഫറിൻ്റെ ഭാര്യ പറയുന്നത് ഇങ്ങനെയാണ്: നീ മറ്റാരെക്കാളും കൂടുതൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഇന്ന് ശയിക്ക്. ഇതെങ്ങനെയാണ് പറയുന്നത്? വേലക്കാരും അകത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കുക. ആ പറയുന്ന പൊത്തീഫറിൻ്റെ ഭാര്യയുടെ കൂടെ ശയിക്കുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ച് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരവസ്ഥ. വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഭാര്യയുടെ പ്രീതികരമായ രീതിയിൽ, അല്ലെങ്കിൽ പൊത്തീഫറിൻ്റെ ഭാര്യയുടെ കൂടെ ശയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കുറേ പാരിതോഷികവും ആ രാജകൊട്ടാരത്തിൽ കുറേയധികം ആക്സസിബിലിറ്റി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ജോസഫിന് കോമൺ സെൻസ് ഉള്ളതാണ്. അവൻ്റെ അടുത്ത് പലപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്: നീ എൻ്റെ കൂടെ നിൽക്ക്, മറ്റാരുടെയും പിന്നാലെ പോവാതെ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ ഈ പറയുന്ന
ഫറവോയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെയൊക്കെ നേതാവാക്കിയിട്ട് നിന്നെ മാറ്റാമെന്നൊക്കെ ചില കുതന്ത്രങ്ങൾ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ ആരും ഇല്ലാത്ത സമയത്താണ് ഇവനുമായിട്ട് ശയിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. ഇവളെ ക്ഷണിക്കാതെ അവനെ ക്ഷണിച്ച് ഒരു വലിയ പാപത്തിലേക്ക് വഴിവിളക്കുന്ന രീതിയിൽ, ദൈവത്തെ ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മ്ലേച്ഛ പാപത്തിലേക്ക് ക്ഷണിക്കുക. വേണമെങ്കിൽ ഒന്ന് കണ്ണടച്ചിട്ട് ദൈവത്തെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജോസഫിന് അവളുടെ കൂടെ ആരും അറിയാത്ത ഒരു പാപത്തിലേക്ക് വീണു പോകായിരുന്നു. അങ്ങനെ വീണു പോയിരുന്നെങ്കിൽ ഈ ഒരു കാര്യമൊന്നും ആരും അറിയില്ല. ചെറിയ ചെറിയ കുറച്ച് ലാഭങ്ങളൊക്കെ അവന് കിട്ടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? അവൻ ആ പറയുന്ന സാഹചര്യത്തിൽ അവനും അവളുമായിരിക്കുന്ന സമയത്ത് ഇവൻ്റെ മേൽക്കുപ്പായം ഇട്ടുകൊടുത്തിട്ട് അതിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്ന സമയത്ത് അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കാരണം എന്ത് ചെയ്തു? ഇവള് പോയിട്ട് ഇവനെതിരെ മറ്റുള്ളവരോട് പറഞ്ഞു, ഇവളെ നശിപ്പിക്കാനാണ് ഇവൻ വന്നത് എന്നൊക്കെ പറയുന്ന രീതിയിൽ, പരസ്പര വിരുദ്ധമായ രീതിയിൽ സംസാരങ്ങളൊക്കെ കഴിച്ചു. അപ്പം ഇത് വായിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നാം, ഇവനൊന്ന് അവളുടെ മുമ്പിൽ കീഴടങ്ങായിരുന്നില്ലേ, ഇങ്ങനൊരു ക്രൈസിസിലൂടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ജോസഫ് തീരുമാനിച്ചിട്ടുണ്ട്, ദൈവത്തെയാണ് കൂട്ടുപിടിക്കുന്നത്, അല്ലാതെ പൊത്തീഫറിൻ്റെ ഭാര്യയെയോ അല്ലെങ്കിൽ പ്രശസ്തിയെയോ പേരിനെയോ ഒന്നുമല്ല കൂട്ടുപിടിക്കുന്നത്. ദൈവത്തെ കൂട്ടുപിടിക്കാനുള്ള തീരുമാനം അവനെടുത്തു. അതവൻ്റെ രക്ഷയ്ക്ക് കാരണമായി എന്ന് പറയാം. അവൻ്റെ ആ ചരിത്രമൊക്കെ ആരംഭിക്കുന്നത് നമുക്കറിയാം. പൊട്ടക്കിണറിൽ കൊണ്ടുപോയിടുക, സ്വന്തം ചേട്ടന്മാർ പൊട്ടക്കിണറിലിടുന്നതിൻ്റെ കഥയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ പൊട്ടക്കിണറിൻ്റെ ഉള്ളിൽ കിടന്നിട്ടും പൂർവ്വ ജോസഫ് ഇങ്ങനെ കൈ വിരിച്ചു പിടിച്ച് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നിന്റെ കാരുണ്യത്തിൽ ഞാൻ ആശ്രയിക്കണോ, നീ മാത്രം മതി എനിക്ക് എന്ന് പറയുന്ന ഒരുതരം സ്പിരിച്വാലിറ്റി സൂക്ഷിക്കുക. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. ദൈവത്തിൻ്റെ അടുത്ത് ജോസഫ് പറയണത് വാചകം എങ്ങനെയാണ്? ഈ പൊട്ടക്കിണറിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോഴും പൊട്ടക്കിണറിനുള്ളിൽ കിടക്കുമ്പോഴും ജോസഫ് ദൈവത്തിൽ മിഴിപായിച്ചു. ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ജോസഫ് ഈ പൊട്ടക്കിണറിൻ്റെ പ്രതിസന്ധിയെ നേരിടുക. അങ്ങനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മാത്രം അങ്ങനെ ദൈവത്തെ കൂട്ടുപിടിച്ച ജോസഫ് പിന്നീട് തിരുവചനം പറയണതാണ്, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട മേൽനോട്ടം കിട്ടി, കാരുണ്യം കിട്ടി, ശുഭകരമായ ഭാവി ജോസഫിന് കിട്ടി. പിന്നീടുള്ള ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 41 42 അധ്യായം ഒക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ജോസഫിനെ ഇങ്ങനെ ദൈവം ഇങ്ങനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക. നാട്ടിൽ മുഴുവൻ ക്ഷാമം ഉണ്ടാവുക, എല്ലായിടത്തും ഒരു കഞ്ഞി വെച്ച് കുടിക്കാൻ പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു അരിമണി ഇല്ലാത്ത സമയത്താണ് ജോസഫിൻ്റെ അറപ്പുര നിറഞ്ഞിരുന്നു എന്ന് തിരുവചനം പറയാം. നിറഞ്ഞിരുന്നത് മാത്രമല്ല, ജോസഫ് അത് സമൃദ്ധമായിട്ട് ഓരോരുത്തർക്കും കൊടുക്കുക. എന്നിട്ട് പറയാ, ദൈവത്തിൽ ആശ്രയിക്ക്, നീ ഇപ്പം എനിക്കുള്ള സമൃദ്ധി പോലെ നിൻ്റെ ജീവിതത്തിലുണ്ടാവും. ലാസ്റ്റ് മൊമെന്റ് വരെ, മരണത്തിൻ്റെ അവസാന വിനാഴിക വരെ ജോസഫ് ദൈവത്തോട് ചേർന്ന് നിന്നു. ജോസഫിൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു. ഇൻ ദ ടൈം ഓഫ് ക്രൈസിസിൻ്റെ പേരിലും ദൈവത്തിൽ ആശ്രയിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കണം, നമുക്ക് ഒന്ന് തീരുമാനം എടുക്കാനുള്ളത്, നല്ല ജീവിതമൊന്നും ആയിരിക്കില്ലേ നമ്മുടെ, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നമൊക്കെ ആവാം. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിലും നിനക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ദൈവത്തെ കൂട്ടുപിടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു തിരുവചനത്തിൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം. ലൈഫ് മുഴുവൻ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ജോസഫ്. ചെറുപ്പം തൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞായിരിക്കുന്ന സമയം തൊട്ട് തന്നെ ഇങ്ങനെ വീണുപോയ അവസ്ഥകളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. എന്നിട്ട് അതിനെ സർവൈവ് ചെയ്തത് ദൈവത്തെ കൂട്ടുപിടിച്ച ക്രൈസിസിൻ്റെ ടൈമിലും ദൈവത്തെ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് ജോസഫിൻ്റെ വിജയമായിട്ട് തീർന്നത്. രണ്ടാമത്തെ ഒരു കഥാപാത്രം കുറച്ചും കൂടെ വന്നാൽ നമ്മൾ കാണുന്നത് സൂസന്ന എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഇതേ ചൈതന്യം സൂക്ഷിച്ച്, അതായത് ജോസഫിൻ്റെ അതേ അനുരണനങ്ങൾ ഉണ്ടായിരുന്ന ഒരു പെണ്ണാണ് ഈ പറയുന്ന സൂസന്ന എന്ന് പറയുന്ന കഥാപാത്രം. സൂസന്ന സുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവിടുത്തെ നിയമപാലകർ ചേർന്നിട്ടാണ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവളെ പാപത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഞങ്ങൾക്കൊന്ന് കീഴടങ്ങി തരുമെന്ന് മാത്രമാണ് ഈ 3 പേരും ചോദിക്കണേ. 3 പേരും ചോദിക്കുമ്പോൾ ഇവൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കായിരുന്നു. കാരണം അവരൊക്കെ നാട്ടിലെ പ്രമാണിമാരാണ്. അത് കറക്റ്റ് ബൈബിൾ എഴുതി വെച്ചേക്കുക, നാട്ടിലെ പ്രമാണിമാരായിരുന്നു അവർ. ദാനിയേലിൻ്റെ പുസ്തകമൊക്കെ വായിച്ചു നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്.
ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നാട്ടിലെ പ്രമാണിമാരായ 3 പേർക്ക് ഇവളോട് ആഗ്രഹം തോന്നി. ഈ ആഗ്രഹം തോന്നിക്കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഇവൾക്ക് വേണമെങ്കിൽ സൂസന്നയ്ക്ക് വിചാരിക്കായിരുന്നു, നാട്ടിലെ പ്രമാണികളാ, ഇവർക്ക് തൻ്റെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ അറിയപ്പെടുന്നവരായിട്ട് മാറും ഞാൻ എന്ന് വേണമെങ്കിൽ അവൾക്ക് തീരുമാനിക്കായിരുന്നു. പക്ഷെ തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? അവൾ പറഞ്ഞു, നിങ്ങൾ ആരൊക്കെ എനിക്കെതിരെ കള്ളക്കഥകൾ മെനഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൻ്റെ പിന്നിലേക്ക് ഞാൻ വരില്ല, ഈ ഒരു പാപത്തിലേക്ക് ഞാൻ വീഴില്ല എന്ന് തീരുമാനമെടുത്തതാണ് സൂസന്നയുടെ ജീവിതത്തിലേക്ക് വെളിപാടിൻ്റെ ഭൂമിക പോലെ എഴുന്നള്ളി വരുന്നത്. നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് ദൈവം ഒരാളിങ്ങനെ ഉണർത്തിക്കുകയാണ്. തിരുവചനത്തിൻ്റെ ഒരു ബ്യൂട്ടി ഓഫ് ദി ഗോസ്പൽ ലൈക്ക് ദിസ്. ഒരാളെ ഇങ്ങനെ ചിന്തിക്കാത്ത ഒരാളുടെ ഉള്ളിലേക്ക് ദൈവം ഇങ്ങനെ ഇടപെടുക, എന്നിട്ട് പറയാ, നീ അവൾക്ക് വേണ്ടി പോയിട്ട് വാദിക്കണം. ദാനിയേൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സൂസന്നയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെ അയക്കുക. എന്നിട്ട് പറയാ, ഇവൾ എന്നോട് ചേർന്ന് നിന്ന സ്ത്രീയാ, ഇവളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ദൈവത്തിന് കൊടുത്ത് പാപത്തിൽ വീഴാതിരുന്ന സ്ത്രീ, അതുകൊണ്ട് നീ ഇടപെട് എന്ന് പറയാ. നാണക്കേടിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന സൂസന്നയെ ദൈവം ദാനിയേൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനിലൂടെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഈ സൂസന്ന പറയുന്ന കാര്യം എങ്ങനെയുണ്ട്? ഞാൻ ഒരിക്കലും പേടിച്ചിട്ടില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് ഗോഡ് ഈസ് വിത്ത് മീ. എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും എൻ്റെ ദൈവം ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ആത്മാവിൽ സന്തോഷിച്ച് നിൽക്കുക. എൻ്റെ സ്നേഹമുള്ളവരെ, ചില വിശുദ്ധരെ നമ്മൾ അങ്ങനെ കാണില്ലേ? പാപം ചെയ്യുന്നതിനേക്കാൾ മരണമാണ് എന്ന് തീരുമാനിക്കുന്ന ചില വിശുദ്ധരുണ്ട്. നമുക്കറിയാലേ മരിയ ഗൊറേത്തിയുടെ ഒക്കെ ജീവിതം അറിയില്ലേ? അയാളിങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, പാപം ചെയ്യണേ, നീ എൻ്റെ കൂടെ ഒരു പാപത്തിൽ വാ, രഹസ്യ പാപത്തിലേക്ക് വാ എന്നൊക്കെ പറയുമ്പോൾ ജീവന് മുന്നിൽ നിൽക്കുക. ജീവന്റെയും മരണത്തിൻ്റെ ഇടയിൽ എന്ന് പറയുന്ന നൂൽപ്പാലത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവൾ പറയാണ്, ജീവൻ പോയാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കും എന്ന് തീരുമാനിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നു തീരുമാനിച്ച് മുന്നേറിയ മരിയ ഗൊറേത്തിയുടെ ഓർമ്മ നമ്മുടെ സഭയിലുണ്ട്. ഇത്രയും ഒരു ആമുഖമായിട്ട് പറഞ്ഞത്, സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു തീരുമാനം നീ ഇപ്പോഴും എടുത്തിട്ടില്ലെങ്കിൽ, പ്രശ്നങ്ങളുടെ സമയത്തും പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ടാകുന്ന സമയത്തും അതിൽ നിന്നും മാറി നിനക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദ്യം. ഈ ദിവസങ്ങളൊക്കെ സഭയെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കണേ. വൈദികർക്കെതിരെ, സന്യസ്തർക്കെതിരെ, മെത്രാന്മാർക്കെതിരെ എത്ര അപവാദ ശരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൾച്ചറിലും നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും എന്നെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു തരം സ്പിരിച്വാലിറ്റി എൻ്റെ ഉള്ളിലുണ്ടോ? ഈ ദാനിയേലിൻ്റെ ജീവിതം പറയുന്നതും അതല്ലേ. സിംഹക്കുഴിയിൽ എടുക്കുക, നെബൂഖദ്നേസർ രാജാവിൻ്റെ ആ പീഡനങ്ങൾക്ക് വിധേയമാകുന്ന രീതിയിൽ പറയുന്ന സ്ഥലത്ത് വീഴുമ്പോഴും സിംഹക്കുഴിയിൽ കിടക്കുന്ന സമയത്തും ദാനിയേൽ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, ഈ പറയുന്ന സിംഹങ്ങളെ അല്ല ഞാൻ പേടിക്കണേ, ഞാൻ പേടിക്കണം നിന്നെ മാത്രമാണ്, നിന്നിൽ മാത്രമാണ് ഞാൻ ആശ്രയിക്കണേ. അങ്ങനെ പറഞ്ഞ് ഈ പ്രശ്നങ്ങളുടെ സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളതും പറഞ്ഞ് തഴമ്പിച്ചതുമായിട്ടുള്ള കാര്യം ഇങ്ങനെയല്ലേ, ഈ സിംഹങ്ങൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ദാവീദിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ കളിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയണേ. അങ്ങനെയാണെങ്കിൽ സഭയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളെന്തിനാ ഇത്രത്തോളം വേവർ ചെയ്തുകൊണ്ടിരിക്കണേ? കുറേ അധികം പേര് പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങൾ ഈ ക്രിസ്തു മതത്തിൽ നിന്ന് പോലും മാറാൻ ആഗ്രഹിക്കുക, സഭയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നവരുടെ അടുത്ത് എന്താ പറയുക? കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ എന്നെ വിളിക്കുക, കളിയാക്കിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞു, അച്ഛൻ ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കാറ്? ഞാൻ പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. പെട്ടെന്ന് പറയാൻ പറ്റുന്ന ആൻസർ അല്ലേ. അതിനുശേഷം ഈ മനുഷ്യൻ ചോദിച്ചു, പിന്നെ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറ്? മരിച്ചവർക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം ഈ മനുഷ്യൻ പിന്നെയും ചോദിച്ചു, പിന്നാർക്കെങ്കിലും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാറുണ്ടാവും? ഓ, ഇനി ആർക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ട ഏട്ടാ. അപ്പം ഈ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞേ, അച്ഛാ മരവിച്ച വിശ്വാസികളായ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം കേട്ടാ. സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ ദൈവത്തിലൊന്നും വിശ്വസിക്കാനുള്ള ഒരു ബലം ഞങ്ങൾക്ക് ഇല്ലാണ്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി വിടുക. കൂതാശകളെയൊക്കെ ഒന്ന് ഒരു വിലയില്ലാത്ത പോലെയല്ലേ നമ്മളിങ്ങനെ ചാനലുകളിലൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ അമ്മാനാടുകയല്ലേ.
സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് ഈ കൂദാശകളെ തകർക്കുക, സഭയെ നശിപ്പിക്കുക എന്നുള്ളത്. എൻ്റെ ആത്മീയതയുടെ മുഴുവൻ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കണ ഈ ഒരു കാലഘട്ടത്തിൽ ഈ വചനം വെച്ച് നമുക്ക് ചിന്തിക്കാനുള്ളത്, ഇത് പഴയ കാലം തൊട്ടുള്ളതാ. രക്തസാക്ഷികളുടെ ചുടുനീണം വീണ സഭയാണ് ക്രൈസ്തവ സഭ. ഇതിനെതിരെ ആര് എന്തൊക്കെ ചെയ്താലും, എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും, ഓരോ തുള്ളി ചോരയിൽ നിന്ന് 1000 വിശുദ്ധാത്മാക്കൾ ഇനിയും സഭയിൽ ഉയരുകയുള്ളൂ. അതിന് അവൻ്റെ കൂടെ, ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ നീ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. സഭയെ വിട്ടേക്ക്, അല്ലെങ്കിൽ 1-2 പേര് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ എന്തിനാ നീയും ദൈവവുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കുന്നേ? ഒരുപക്ഷെ നിന്നെ വഴി കാണിച്ച ആളെ നീ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റ് അങ്ങനെയല്ലേ? അതൊരു ബുദ്ധിസത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ബുദ്ധിസത്തിലും അല്ലെങ്കിൽ സൂഫിസത്തിലൊക്കെ പറയണത്, വിരൽ ചൂണ്ടുന്നവൻ്റെ അടുത്തല്ല ചന്ദ്രൻ നിൽക്കുന്നത്. അവർ ഓൺലി ദ ബിഗിനേഴ്സ്. ഒരച്ഛൻ എന്ന നിലയിൽ, ഒരു സന്യസ്തൻ എന്ന നിലയിൽ, ഒരു സാധാരണ അൽമായൻ എന്ന നിലയിൽ ദൈവത്തിലേക്കുള്ളൊരു ചൂണ്ടുപലക മാത്രമാവണുള്ളൂ. അപ്പം എന്നിട്ട് ഈ പറയുന്ന സൂഫിസം പറയണ ഒരു അല്പം സെറ്റയറായിട്ട് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, പക്ഷേ ഈ ചൂണ്ടുന്ന വിരലിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് അവിടെ കാണില്ലോ ചന്ദ്രനെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരുതരം സ്യൂഡോ സ്പിരിച്വാലിറ്റി, ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഇൻ അവർ കൾച്ചർ. എന്നിട്ട് പറയണത് എന്താ, ഈ വിരലടയാളം ഇതൊരു സിഗ്നേച്ചറാണ്, അല്ലെങ്കിൽ അതൊരു ഇൻഡിക്കേഷനാണ്. ഇതിനപ്പുറത്ത് മുകളിലാണ് ചന്ദ്രൻ, നിലാവിൻ്റെ മഞ്ഞുതുള്ളികളൊക്കെയുള്ള ഒരു ലോകം, അത് മുകളിലാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഇൻഡിക്കേറ്റർ മാത്രമാണ്. ഇതിനെന്തിനാ തട്ടിക്കളയാൻ നോക്കണേ? ഇതൊരു ഒന്നുമില്ലാത്ത ആളാണ്. ഒരു അച്ഛനോ ഒരു സന്യസ്തനോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററോ ഇതൊക്കെ ദൈവത്തിലേക്ക് നിന്നെ വിരൽ ചൂണ്ടുന്ന ഒരാളാണ്. അപ്പം അതിൽ തന്നെയല്ല വലിയ കാര്യമുള്ളത്, അത് നിന്നെ സഹായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ദൈവം എന്ന് പറയണ ഇത്രയും വലിയൊരു എൻറ്റിറ്റീനെ നീ എന്തുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ വേണ്ടാത്ത രീതിയിലാക്കുന്നേ? അങ്ങനെയാണെങ്കിൽ ഈ തിരുവചനം ഇങ്ങനെ കുറേ അധികം നീട്ടിപ്പോണ്ട. ഒറ്റ കാര്യമുള്ളൂ, ഈ ജോസഫിൽ ഉണ്ടായിരുന്നത് പോലെ, സൂസന്നയുടെ ജീവിതത്തിലുണ്ടായിരുന്ന പോലെ, മരിയ ഗുരാത്തിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന പോലെ, പാപത്തിൽ നിന്നും മാറി എൻ്റെ കർത്താവിൻ്റെ കൂടെ എനിക്ക് ജീവിച്ചു തുടങ്ങണം. പാപത്തിൽ നിന്ന് മാറി കർത്താവിൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ സ്നേഹമുള്ളവരെ സത്യമായും അത്ഭുതം കാണും. അങ്ങനെ ഒരു ബോധ്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ വചന സന്ദേശം പറയാനായിട്ട് ഞാൻ ഇത്രയും ദൂരം ഈ ഒരു കാര്യത്തിന് വരില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് കർത്താവിനെ കൂട്ടുപിടിച്ചപ്പോൾ കർത്താവ് ചെയ്തൊരു അത്ഭുതം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. എൻ്റെ കുഞ്ഞുനാളിലൊരു അനുഭവമാണ്. കുഞ്ഞുനാൾ എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, പക്ഷെ ആദ്യ കുർബാന സ്വീകരണത്തിൽ പങ്കെടുക്കാനായിട്ട് അങ്ങനെ കൊതിയ. നമുക്കൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈശോയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമല്ലേ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സമയമായിരുന്നു. ഒരു പക്ഷേ ഈ ഉടുപ്പിട്ട് ജീവിച്ച അല്ലെങ്കിൽ പൗരോഹിത്യം കിട്ടുന്നതിനേക്കാൾ അധികം സന്തോഷം തോന്നിയൊരു സമയമാണ് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ സമയം. അപ്പോൾ ഈ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ 1 മാസം ക്ലാസ് മുഴുവൻ പഠിച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കുമ്പസാരം കഴിഞ്ഞ് ഞാനിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് എനിക്ക് പെട്ടെന്ന് തലകറങ്ങണ പോലെ ഒത്തിരി ക്ഷീണമൊക്കെ ആയി. പെട്ടെന്ന് വീട്ടിലേക്ക്, അവിടെ കിടന്ന് ആരൊക്കെയോ വീട്ടിലേക്ക് ഇങ്ങനെ എന്നെ കൊണ്ടുവന്നാക്കാം. ഒരു ഓട്ടോയിൽ വീട്ടിലെത്തിച്ചു. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നാളെയാണ് ആദ്യ കുർബാന സ്വീകരണം. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ മുഴുവൻ ഇങ്ങനെ കുരുക്കൾ വന്നിട്ടുണ്ട്. പനിയാണെങ്കിൽ 104 എന്ന് പറയുന്ന രീതിയിൽ അത്രയും ഹൈ ടെമ്പറേച്ചറായിട്ട് ഞാനിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ മോനെ ഇത് 5ാം പനിയാണ് മുഴുവൻ, 5ാം പനിയുടെ മുഴുവൻ കാര്യങ്ങളുണ്ട്. ഒപ്പം ഈ ഭാഗത്തൊക്കെ ചിക്കൻ ബോക്സ് ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 3-4 കുട്ടികൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ട്. അപ്പോൾ അത് എൻ്റെ മോന് കിട്ടിയിട്ടുള്ളതാണ്. നാളെ എൻ്റെ മോന് ആദ്യ കുർബാന സ്വീകരണത്തിന് പോകാൻ പറ്റില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിതെൻ്റെ ഉള്ളിൽ കേൾക്കുന്നുണ്ട്, പകുതി ബോധത്തിൽ ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ദിവസം നാളെ എൻ്റെ ഈശോയെ സ്വന്തമാക്കുന്ന ഒരു ദിവസമാണ്. എൻ്റെ കൂട്ടുകാരുടെയൊക്കെ കൂടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഏറ്റവും ഭംഗിയായിട്ട് പോയിട്ട് ഇങ്ങനെ തുവള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് എൻ്റെ ഉണ്ണീശോയെ ഇങ്ങനെ ഹൃദയത്തിൽ സ്വന്തമാക്കാനായിട്ട് അങ്ങനെ കൊതിച്ചിരിക്കുന്നുണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്രൈസിസ്. ഇതിനെങ്ങനെ ഫേസ് ചെയ്യുന്നത് എനിക്ക് അറിയണില്ല. 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്നൊക്കെ എന്ത് ബോധമുള്ളത്. പക്ഷെ ആ സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മയും കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. വന്നിരുന്നിട്ട് ഞാനിങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് എന്തായാലും നാളെ എൻ്റെ ഈശോനെ സ്വീകരിക്കണം. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, എൻ്റെ മോനെ നിനക്ക് 5ാം പനിയാണെങ്കിൽ ഇങ്ങനെ വിറച്ച് നിൽക്കണം, നിനക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക? ഇനി അത് കൂടുള്ളൂ, കുരുക്കളിങ്ങനെ പൊന്തി ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ അത്രയും വ്രണം വരുന്ന രീതിയിൽ എന്ന് പറയുന്ന രീതിയിലാണ് കൈമയും കാലുമയും ഒക്കെ ഇങ്ങനെ കുരുകേറിക്കൊണ്ടിരിക്കണ അത്രയും വേദന വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഇവർ പറഞ്ഞു, എന്നാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
ദൈവം നമ്മളോട് കാരുണ്യം കാണിക്കണ കർത്താവാ. എൻ്റെ മോനെ, നീ ഈശോയോട് പ്രാർത്ഥിക്ക്, നമുക്ക് ഇന്ന് രാത്രി ഉറങ്ങണ്ട, ഈ രാത്രി മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ പ്രാർത്ഥിക്കാം, അപ്പച്ചൻ പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ 104 ഡിഗ്രി പനിയുള്ള സമയത്താണ്. അമ്മ പറഞ്ഞു, എൻ്റെ മോനെ, ഈശോയ്ക്ക് നിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ, നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാളെ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും, ഉറക്കില്ലെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ രാത്രി മുഴുവൻ എൻ്റെ അമ്മയും അപ്പനൊക്കെ ഇങ്ങനെ മുട്ടുമ്പോൾ എന്നിട്ട് കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് ഇപ്പോൾ വരെ ഓർമ്മയുണ്ട് മനസ്സിൽ. ഈ 34 വയസ്സുള്ള സമയത്ത് പോലും, ആ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അന്ന് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ തലേ രാത്രി എൻ്റെ മനസ്സിലുണ്ട്. അവരിങ്ങനെ ഒരേ സ്വരത്തിൽ ഇങ്ങനെ, എൻ്റെ ഈശോയെ നിന്നിൽ ആശ്രയിക്കണു, നിന്നിലും മാത്രം വിശ്വസിക്കണു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുക. ഒപ്പം ഞാനും ഇങ്ങനെ പറഞ്ഞു, ഈശോ എനിക്ക് നിന്നെ സ്വീകരിക്കാൻ കൊതിയുണ്ട്, നീ അത്ഭുതങ്ങൾ ചെയ്യണ കർത്താവാന്ന് ഞങ്ങൾക്കറിയാം. കാറ്റിനെ ശാന്തമാക്കിയ കർത്താവ്, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച കർത്താവ്, പത്രോസിൻ്റെ ഭവനത്തിൽ പോയിട്ട് അമ്മായിമ്മയുടെ പനി ശാസിച്ച് മാറ്റിയ കർത്താവ്, നിന്നിൽ ആശ്രയിക്കണു ഈശോയെ എന്ന് പറഞ്ഞിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, ഇതിലൊരു കള്ളത്തരവും ഇല്ല. രാവിലെ ഞാൻ കാണുന്നത് ഈ ചിക്കൻ ബോക്സും 5ാം പനി എന്നൊക്കെ പറയണ കാര്യം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിറച്ച് ശരീരത്തിൻ്റെ പുറം ഭാഗം മുഴുവൻ പൊട്ടിയിട്ടുണ്ടായിരുന്ന അവസ്ഥയിൽ രാവിലെ ആകുമ്പോഴേക്കും ഈ പനി മുഴുവൻ മാറണോ, ഉണ്ടായിരുന്ന കുരു, ഈ പൊളച്ച് വന്നതൊക്കെ ഇങ്ങനെ ശരീരത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലേക്ക് എത്തുക. അമ്മ പറഞ്ഞു, നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി കുളിച്ച് വരാം. അമ്മ അന്ന് എന്നെ ഇങ്ങനെ അത്രയും സ്നേഹത്തോട് പോയിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇങ്ങനെ കൈയും കാലും ഒക്കെ ഇങ്ങനെ കഴുകി തുടച്ച് ഇങ്ങനെ പറയുക, ഈശോയെ ഇത് നിന്റെ മഹത്വത്തിനെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയിട്ട് ആദ്യ കുർബാന സ്വീകരണത്തിൽ നിൽക്കുക. ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. അപ്പനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ അവരിങ്ങനെ ചെറിയ സുഹൃദീപം ചൊല്ലിക്കൊണ്ടാണ് എൻ്റെ ഈശോയെ എൻ്റെ മോൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഈശോ വരണമെന്ന് പറഞ്ഞിട്ട് ചെല്ലണേ. അതേ ദിവസം ഈശോനെ സ്വീകരിച്ച് നാവലിങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് ഈശോ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ എന്നോട് ചേർന്ന് നിന്നാൽ നിന്നോട് ഞാൻ കാരുണ്യം കാണിക്കണ കർത്താവാണ്. ഇപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഒരു സമയത്തിൻ്റെ പരിമിതിയുടെ പേരിൽ നമ്മൾ അവസാനിപ്പിക്കുക. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഇത്രയും ടൈം എടുത്ത് ഈ ഒരു 25-26 മിനിറ്റ് എടുത്ത് പറയാൻ ആഗ്രഹിച്ച കാര്യം ഇങ്ങനെയാണ്. സഭയിലോ നാട്ടിലോ എവിടെ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാവട്ടെ, നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം, കൂട്ടായ്മയോടുകൂടെ പ്രാർത്ഥിക്കാം, സഭയോടൊപ്പം നമുക്ക് ചിന്തിക്കാം. സഭയുടെ ഓരോ കൂദാശകളും, കുമ്പസാരം ആവട്ടെ, മറ്റ് കൂദാശകളാവട്ടെ, വിശുദ്ധ കുർബാനയിലൊക്കെ സജീവമായി പങ്കെടുക്കുമ്പോൾ കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തിരുവചനം 39 ഉൽപ്പത്തി പുസ്തകം 39:21 പറയുന്നത് നമ്മളെക്കുറിച്ച് പറയും. കർത്താവ് സ്റ്റാഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കണം, നിൻ്റെ പേര് പറയും, എന്നിട്ട് ആ പറയുന്ന ആളുടെ കൂടെ ഉണ്ടായിരുന്നു, നിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നിൻ്റെ ഇടവകയുടെ കൂടെ ഉണ്ടായിരുന്നു, നാടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല ഒരു ആത്മീയതയുടെ ഉത്സവകാലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ. ഈ പ്രശ്നങ്ങൾക്കപ്പുറത്ത് സഭയിലുണ്ടായിരുന്നു ഒരു ഡാർക്ക് ഏജ് പീരീഡ്. ആ പീരീഡ് കഴിഞ്ഞപ്പോഴാണ് ഒരു നവോത്ഥാനത്തിൻ്റെ, ഒരു പ്രകാശത്തിൻ്റെ ഒരു കാലം സഭയിലുണ്ടായത്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, സഭയിൽ ഒരു നവോത്ഥാനത്തിൻ്റെ കാലത്തിന് വേണ്ടിയിട്ട് ഒരു പുത്തൻ പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകാൻ ദൈവം നമുക്ക് കാരണമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.